എല്ലാവർക്കും എൻ്റെ ചാനലായ പനാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബട്ടർ പൊടി ഇഡ്ഡലിയാണ്. കർണാടക സ്പെഷ്യലായിട്ടുള്ള ഇഡ്ഡലിയാണ് ഇത്. തട്ട ഇഡ്ഡലി എന്നും പറയും. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 കപ്പ് ചൗരിയും കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കണം. അത് ഒരു 6 മണിക്കൂർ വയ്ക്കണം. ഈ ഉഴുന്നിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാൻ. ഇനി വേണ്ടത് അവലാണ്. അവൽ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അവലിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ അവലില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് 1/2 കപ്പ് ചോറ് ചേർത്താലും മതി. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അത് കഴുകിയെടുത്തിട്ട് ഈ കഴുകിയെടുത്ത ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ഉഴുന്ന് അരച്ചാലും മതി. ഇപ്പോൾ അരച്ചെടുത്ത ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അരിയും ചൗരിയും നല്ലതുപോലെ സോക്കായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം. നമ്മൾ ഉഴുന്നരച്ച മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കഴുകിയെടുത്ത അരിയും ചൗരിയും കൂടെ ഇടാം. ഇപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുള്ള അവല് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത അവല് നമുക്ക് ഈ അരിയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ച് എടുക്കണം. അപ്പോൾ അരച്ചെടുത്ത ശേഷം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ മാവിൽ ചൂടുണ്ടെങ്കിൽ ഈ മാവ് ഇപ്പോൾ തന്നെ നമ്മൾ ഉഴുന്നിലേക്ക് ചേർക്കരുത്. കുറച്ച് നേരത്തേക്കൊന്ന് വെക്കണം. ആ മാവിൻ്റെ ചൂടൊന്ന് നല്ലതുപോലെ മാറി ആ മാവൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്ത മാവിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉഴുന്നിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തുള്ള മാവെല്ലാം കൂടെ കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് 8 മുതൽ 12 മണിക്കൂർ ഇത് നമുക്ക് മാവ് പൊങ്ങാനായിട്ട് വെക്കണം. ഇപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ മാവ് മുഴുവനും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് മാവ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാനുള്ള ഈ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് കർണാടകയുടെ തട്ട ഇഡ്ഡലി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ലെയറായിട്ടുള്ള ഈ ചെറിയ പാത്രങ്ങൾ കിട്ടും. അപ്പോൾ അതിലാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലത്തെ തട്ട ഇഡ്ഡലിയുടെ പാത്രമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ടിഫിൻ ബോക്സിൻ്റെ ഒക്കെ അടപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ അടപ്പുകളുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ വട്ടത്തിലുള്ള കുഞ്ഞ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇനി ഇതിലേക്ക് നല്ലതുപോലെ എണ്ണ തൂക്കണം. ഉള്ളിലും ആ സൈഡിലെല്ലാം നല്ലതുപോലെ എണ്ണ തൂക്കണം. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് ഈ പാത്രം എടുത്ത് ഈ സ്റ്റീമറിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മാവ് കോരി ഒഴിക്കാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ പകുതി ഭാഗം വരെ നമ്മൾ മാവ് ഒഴിച്ചാൽ മതി. ഇനി അടച്ചു വെച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം.
ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇഡ്ഡലി പുറത്തേക്ക് എടുക്കാം. ഇനി ഇഡ്ഡലി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഇഡ്ഡലിക്ക് നല്ല ചൂടുള്ളപ്പോൾ തന്നെ ഇഡ്ഡലിയുടെ മുകളിലേക്ക് 2 സ്പൂൺ ബട്ടർ ചേർക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇഡ്ഡലിപ്പൊടിയും കൂടെ, ചട്നിപ്പൊടിയില്ല, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചട്നിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലിപ്പൊടി ആദ്യം ഇഡ്ഡലിയുടെ മുകളിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ മുകളിൽ ഇട്ടാലും മതി. അപ്പോൾ നല്ലതുപോലെ ബട്ടർ ചേർക്കണം. ഇനി ചട്നിയുടെയും അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് വെറുതെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ആ ബട്ടറും ഇഡ്ഡലിപ്പൊടിയും നല്ല രുചിയാണ്.